നമ്മുടെ നാട് എങ്ങനെ മാറി നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ കൈ പിടിച്ചല്ലേ ഞങ്ങൾ ഈ നാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നേ. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ ഹമ്പിളായി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു ഡിവൈഎഫ്ഐ. അത് മതി, അത് മാത്രമേ. നിങ്ങൾ ഇരുന്നോ, എത്ര നേരം വേണം ഇരുന്നോ, പടം ഓടുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തായാലും രണ്ടുപേർ, പ്രായമുള്ള രണ്ടുപേരാണ് അവർ. എന്തായാലും ഇപ്പോൾ സിനിമ തുടർന്ന് കാണിക്കത്തില്ല എന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞതിനെ തുടർന്ന് അവരിവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃത്യമായി അവരുമായിട്ട് സംസാരിക്കുന്നു. അല്പം വാക്കുകൾ ഇത്തിരി രൂക്ഷമാകുന്നുണ്ടെങ്കിൽ പോലും തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിയുന്നത്ര പ്രശ്നങ്ങളില്ലാതെ ഇത് പരിഹരിക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും രണ്ടുപേർ പോകാൻ വിസമ്മതിച്ചു. അവർ സീറ്റിൽ തന്നെ ഇരുന്നു. എന്തായാലും അവരും കൂടി ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. അവർക്ക് നല്ല പ്രതിഷേധമുണ്ട്. സിനിമ കാശ് കൊടുത്ത് കാണാൻ വേണ്ടി കയറിയതാണ്, അത് കാണിക്കാത്തതിലുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കാണാനുള്ള റൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരുമായി തർക്കത്തിലേക്ക് പോകുന്ന, അവർക്കും അല്പം അവരും അതിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്. എന്തായാലും വലിയൊരു പോലീസ് സംഘം കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അകത്തേക്ക്, എന്തായാലും തിയേറ്ററിനുള്ളിലേക്ക് പോലീസ് കയറിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രതിഷേധവുമായി പ്രവർത്തകർ അകത്തുണ്ടെങ്കിലും പോലീസ് അകത്തേക്ക് എത്തിയിട്ടില്ല. ആ രണ്ടുപേർ, ഒരു ഭാര്യയും ഭർത്താവുമാണ്, അവർ രണ്ടുപേരും ഇതിൽ നിന്നും പുറത്തേക്ക് ഇനി സിനിമ കാണിക്കില്ല, ബാക്കി പ്രദർശനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പകുതി ഇടവേള വരെ ഈ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതിഷേധം ഇവിടേക്ക് എത്തിയത്. ആ രണ്ടുപേർ കൂടി തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ഈ 11 മണിക്കാണ് ഈ ഷോ ആരംഭിച്ചത്. അത് ഇടവേള വരെ ഏകദേശം 45 മിനിറ്റോളം പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രണ്ട് പേർ, അവരും കൂടി ഈ തിയേറ്ററിൽ നിന്നും മാറുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഗോപി, ശരി, ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കോട്ടയം അനശ്വര തിയേറ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് അവിടെ സിനിമ ഓടിയില്ല. കാണാൻ എത്തിയിട്ടുള്ള പ്രേക്ഷകർ തിരികെ പോകുന്നത് നമുക്ക് കാണാം. പിന്നെ ചെറിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സിനിമ അവിടെ ഓടില്ല എന്നവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 25 പേരാണ് സിനിമ കാണാൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐ പ്രതിഷേധത്തെ തുടർന്ന് സിനിമ ഷോ അവിടെ ഉണ്ടായിരുന്നില്ല. അനശ്വര തിയേറ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.